പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ സോഷ്യൽ മീഡിയ പേജുകൾക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യമായി ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ച അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ കുറിച്ചും ഇപ്പോഴും ഈ പോസ്റ്റ് നിലനിൽക്കുന്ന പോരാളി ഷാജി എന്ന ഗ്രൂപ്പിനെ സംബന്ധിച്ചും വിവരങ്ങൾ ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ്. ഒടുവിൽ സൈബർ പോരാളികളെ CPIM തന്നെ തള്ളിപ്പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിക്ക് കവചമൊരുക്കിയവർ ഒടുവിൽ പുരയ്ക്ക് മുകളിൽ വളരുന്നതോടെയാണ് വേരറുക്കാൻ പാർട്ടി തീരുമാനിച്ചത്. പോരാളി ഷാജിമാർ കുടുങ്ങും എന്ന ഭയം കൂടിയാണ് ഇതിന് പിന്നിൽ. വ്യക്തിപൂജയും അനവസരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നിയന്ത്രണമില്ലാത്ത പോസ്റ്റുകളും വെല്ലുവിളികളും പാലൂട്ടി വളർത്തിയവർ തിരിഞ്ഞുകൊത്തുന്നുവെന്ന തിരിച്ചറിവിലാണ് ഇന്ന് CPIM. പാർട്ടി വിരുദ്ധ പോസ്റ്റുകൾക്ക് കൃത്യമായി മറുപടി നൽകുന്ന സൈബർ സംവിധാനം ഔദ്യോഗികമായി CPIM-നുണ്ട്. പാർട്ടിയുടെയും നേതാക്കളുടെയും ഔദ്യോഗിക പേജുകളിൽ വരുന്ന പോസ്റ്റുകളും ട്രോളുകളും പ്രചരിപ്പിക്കാനാണ് ഇവർക്കുള്ള നിർദ്ദേശം. പാർട്ടി വിരുദ്ധ പോസ്റ്റുകൾക്ക് ചുമതലപ്പെടുത്തുന്നവർ കൃത്യമായി മറുപടി കമന്റ് ബോക്സിൽ നൽകും. ഇത്തരം കമന്റുകൾക്ക് ലൈക്ക് നൽകി പ്രചരിപ്പിക്കുകയാണ് ഔദ്യോഗിക ഗ്രൂപ്പുകളുടെ ഉത്തരവാദിത്തം. എന്നാൽ പലപ്പോഴും പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ, ചെങ്കോട്ട, ചെങ്കതിർ മുതലായ അനൌദ്യോഗിക ഗ്രൂപ്പുകളാണ് പാർട്ടിയുടെ മുഖമെന്ന് അണികളും തെറ്റിദ്ധരിക്കുന്നു. ഔദ്യോഗിക സൈബർ ഗ്രൂപ്പിനേക്കാൾ വേഗത്തിലാണ് പോരാളി ഷാജിയെ പോലുള്ളവർ പക്ഷേ സൈബർ ഇടത്തിന്റെ പാർട്ടിയുടെ നാവാകുന്നത്. ശക്തമായ ഭാഷയും കുറുക്കിക്കൊള്ളുന്ന പ്രയോഗങ്ങളുമായാണ് ഇവർ എതിരാളികളെ ആക്രമിക്കുന്നത്. ഇതാണ് ഇവരിലേക്ക് അണികളെ ആകർഷിക്കുന്നത്. നേതാക്കന്മാർ പലപ്പോഴും സംയമനത്തിന്റെ ഭാഷ ഉപയോഗിക്കുമ്പോൾ അക്രമോത്സുകമായ ഭാഷ അവതരിപ്പിക്കുന്നതിനാലാണ് അണികളും അനുഭാവികളും ഇത്തരം സൈബർ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത്. ജയിക്കുമ്പോൾ സൈബർ പോരാളികൾ കൊള്ളാം, എന്നാൽ തോൽക്കുമ്പോൾ പഴി എന്ന നിലപാടാണ് ഇപ്പോൾ CPIM-ന്. സൈബർ പോരാളികളെ തള്ളിപ്പറഞ്ഞതാണ് തുടക്കം. ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ്. ചെങ്കോട്ട, ചെങ്കതിർ, പോരാളി ഷാജി, ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തിന് അനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും. തൊട്ടടുത്ത ദിവസം പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക്, വാട്സാപ്പ് അഡ്മിന്മാർ പുറത്തുവരണമെന്ന് MV ജയരാജൻ ആവശ്യപ്പെട്ടു. യഥാർത്ഥ കള്ളനെ കണ്ടെത്തണമെങ്കിൽ യഥാർത്ഥ പോരാളി ഷാജി പുറത്തു വരണമെന്നാണ് വിശദീകരണം. ഇതെല്ലാം കേൾക്കുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അഡ്മിനാണെങ്കിൽ പുറത്തു വരണം. ഞാനാണ് അഡ്മിൻ എന്ന് ധൈര്യത്തോടെ പറയണം. ഞാൻ കൈകാര്യം ചെയ്യുന്ന പ്രൊഫൈലിൽ ഒരിക്കലും ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ വന്നിട്ടില്ല എങ്കിൽ അത് പറയണം. ആരാണ് പോരാളി ഷാജി? പോരാളി ഷാജിമാർ ജയരാജന്മാരുടെ വ്യാജ സന്തതികളാണെന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം. ആവശ്യമുള്ളപ്പോൾ തലോടി വെള്ളമൊഴിച്ച് വളർത്തി വലുതാക്കുക. ഇപ്പം ഇത് കുഴപ്പമാവുമെന്ന് കണ്ടപ്പോൾ അയ്യോ ഞങ്ങൾ അവരുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മൊത്തം വിശ്വസിക്കണോ? പോരാളി ഷാജിയെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട് പോലീസ്. വൈകാതെ മറിഞ്ഞിരിക്കുന്ന പോരാളിയുടെ മുഖം ദൃശ്യമായേക്കാം. പാർട്ടിയിൽ നിന്ന് ശമ്പളമോ പ്രതിഫലമോ പറ്റിയല്ല ഇത്തരം സൈബർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത്. അതിനാൽ അവർക്ക് ബോധ്യമുള്ള ശരികൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് എങ്ങനെ തടയാൻ കഴിയുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.